Hey guys, welcome back to the part 3 of Thailand vlog. Let's explore Bangkok today. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. എലിഫന്റ് ഷോയും ഡോൾഫിൻ ഷോയും സഫാരി റൈഡും ഒക്കെ കഴിഞ്ഞ് ഡേ എൻഡ് ചെയ്തത് ഹാങ് ഓവർ ഫിലിമിലെ ഐക്കോണിക് സ്പോട്ടായ ലിബോ റൂഫ് ടോപ്പ് ബാറിലേക്കാണ്. സോ എല്ലാവർക്കും പാർട്ട് 3 വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഡേ 3 ആണ് തായ്ലൻഡിൽ. ഇന്ന് എവിടെ പോകുന്നതെന്ന് വെച്ചാൽ സഫാരി മറൈൻ വേൾഡ് അങ്ങനത്തെ എന്തോ ഒരു സ്ഥലത്താണ് പോകുന്നത്. ആൻഡ് ഇന്ന് ഞങ്ങൾ പട്ടായിൽ നിന്ന് ബാങ്കോക്കിലോട്ട് പോവാം. ഇന്ന് 10 to 4 PM ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാങ്കോക്കിലോട്ട് പോകും. അത് രാവിലെ തന്നെ ബാങ്കോക്കിലാണോ ഈ സംഭവം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സോ 8 മണിയാകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വെറും 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിക്കാനുണ്ട്. അയ്യോ ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ഉറക്കം എഴുന്നേറ്റത് കറക്റ്റ് 7 മണിക്കാണ് ഉറക്കം എഴുന്നേറ്റത്. എന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങൾ പാക്കൊക്കെ ചെയ്ത് അടുത്തടുത്തോട്ട് പോകുമ്പോഴാണ്. പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ, അതായത് ഡേ 1 and day 2 കാണാത്തവർ പ്ലീസ് ടു ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. അടിപൊളിയാണ് ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ ഡേ 3 ആണ്. ഡേ 3 എങ്ങനെയാവുമെന്നൊന്നും അറിയത്തില്ല. എനിക്കൊരു ഐഡിയ ഇല്ല. അതെനിക്കൊന്നും പറ്റില്ല. ഒറാങ്കുട്ടൻ, ജിറാഫ് അവരുടെയൊക്കെ സ്ഥലത്തോട്ടാണ് പോകാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഞങ്ങൾ താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. എല്ലാരും ചെക്കൗട്ട് ചെയ്ത് പട്ടിയൊക്കെ എവിടെ പോകുന്നത്? നമ്മള് അല്ല മൃഗങ്ങളെ എന്താ അവിടെ സിംഹമൊക്കെ ഉണ്ട്. Hi guys. അശേ കുഞ്ഞൊരു തല കാണുന്നുണ്ടോ? നമ്മൾ എങ്ങോട്ടേക്ക് പോവാണ്? 8 hours ഉണ്ടെന്ന് തോന്നുന്നു. അതുവരെ ഞങ്ങള് ഞങ്ങളുടെ ഡേ 3 ഡേ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിന്ന് പട്ടായിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകാം. ഹോണസ്റ്റ്ലി ഗൈസ്, പട്ടായ റിയലി ഹാസ് മൈ ഹാർട്ട്. ബിക്കോസ് പട്ടായ എന്ന് പറയുന്നത് ജസ്റ്റ് ഓസം. ഈ 2 ദിവസം അടിപൊളിയായിരുന്നു. ഇനി ബാങ്കോക്കിലേക്കാട്ടോ. ബാങ്കോക്കിൽ നമ്മളുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സഫാരി വേൾഡാണ്. അറൗണ്ട് 2.5 hours യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സഫാരി വേൾഡിലെത്തി. ചെന്നപ്പോൾ തന്നെ ആൾ ഞങ്ങൾക്കുള്ള ടിക്കറ്റും ഫുഡ് കൂപ്പണും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്ന പോലെ ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സ്റ്റിക്കർ തരും. ആൻഡ് ഐസ് അതിനെ സേഫാക്കി ഷർട്ടിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോസ് ടു ഹിസ് ഹാർട്ട് എന്നൊക്കെ പറയത്തില്ലേ, അത്രയേ ഉള്ളൂ. സോ ഇതാ ഞങ്ങൾ ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നത് മോർണിംഗ് ടു ഈവനിങ് സഫാരി വേൾഡാണ്. എന്നിട്ട് ലാസ്റ്റ് ഈവനിങ് ഞങ്ങൾ ലിബോ റൂഫ് ടോപ്പ് ബാറിലേക്കും പോയിട്ടുണ്ടായിരുന്നു. സോ ബാങ്കോക്കിലെ സഫാരി വേൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സഫാരി പാർക്കും മറൈൻ പാർക്കും. സഫാരി പാർക്കിൽ കയറുമ്പം നമുക്ക് ലിറ്ററലി ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈൽഡ് ലൈഫ് സോണിലേക്ക് പോയ പോലെയാണ്. ലൈക്ക് അനിമൽസിനെ ഒന്നും ഒരു കൂട്ടിലിട്ടേക്കല്ല, അവർ ഓപ്പൺ സ്പേസിലാണ്. നമ്മളാണ് നമ്മളുടെ ലൈക്ക് നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിലോ അല്ലെങ്കിൽ അവിടെയുള്ള ബസ്സിലോ ഒക്കെ നമ്മൾ കൊണ്ടുവന്നത്. നമുക്ക് അവിടെ പോയാൽ ജിറാഫ്, സീബ്ര, ലയൺ, ടൈഗേഴ്സ് ഇതിനൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അതൊക്കെ ഇനി വരുന്നുണ്ട്. ആൻഡ് മറൈൻ പാർക്കിൽ മെയിൻലി പെർഫോമൻസ് ആണ് ഹൈലൈറ്റ്. ഈ എലിഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ, അങ്ങനെ പലതരം ഷോസ് ഉണ്ട്. ഓരോ ടൈമിലായിരിക്കും ഉള്ളത്. സോ നിങ്ങൾ പോയി എലിഫൻറ്റ് ഷോ എന്ന് കണ്ടിട്ട് വാട്ടോ.
gentlemen, please clap your hands. Thank you so much. Thank you for your support, everyone. Okay, ladies and gentlemen, look over there. Today we have special promotion for everyone. Who would like to buy picture 1,000 baht? Could you please contact staff in the front of stand? Thank you. สำหรับด้านในนะคะที่ต้องการซื้อภาพวาดนะคะ 1,000 บาทเท่านั้นนะคะ เรียกว่าเป็นหนึ่งเดียวในโลก Shall we get show? Routine! Everybody give it up! Ladies and gentlemen, please. എലിഫൻറ്റ് ഷോ വാസ് എ മിക്സ് ഓഫ് ഇമോഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങി, പക്ഷേ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ ഇത് കണ്ടപ്പോൾ ഒരു വിഷമമോ എനിക്കറിയില്ല, എന്തോ ഒരു സംഭവം, ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു ഈ എലിഫൻറ്റ് ഷോയിൽ ഞങ്ങൾക്ക് മെയിൻലി കിട്ടിയത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഈ ടൂറിസത്തിൻ്റെ ഒരു മസ്റ്റ് വാച്ച് അട്രാക്ഷൻ തന്നെ കേട്ടോ. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഡാൻസ് ചെയ്യുന്നു, ഫുട്ബോൾ കളിക്കുന്നു, പെയിൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെ വെൽ ട്രെയിൻഡ് ആയിട്ട് അവരെ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ്. ആഫ്റ്റർ ദാറ്റ് എലിഫൻറ്റ് ഷോ ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻ ഷോയ്ക്കാട്ടോ. അറൗണ്ട് ഒരു 1.5-2 hours ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക്. ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ ആ പാർക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേയധികം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആനിമൽസിനെയൊക്കെ ഞങ്ങൾ അവിടെ കണ്ട് കഴിച്ച് ഒരു പുതിയ പൊട്ടൊക്കെ വെച്ച് ചുമല പൊട്ടൊക്കെ വെച്ച സാധനത്തിനെ ഞാൻ കണ്ടു. അതെ, അതാണ് ഈ മാൻഡ്രിൽ എന്ന് പറയുന്ന സംഭവം. ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ്, സൂവിലൊക്കെ പോകുമ്പോഴൊന്നും ഞാൻ അതിനെ കണ്ടിട്ടില്ല. ഇതിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങ് ദൂരെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആൾ പിണങ്ങി മാറി പോയിരിക്കുന്ന പോലെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പം കുറേ അധികം ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ഇവൻ എന്തിനാണ് ഈ കയറി ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഒരു ഇൻവെർട്ടർ ആയതുകൊണ്ടായിരിക്കാം, അല്ലേ? ഇൻവെർട്ടേഴ്സിനും പ്രൈവസി വേണമല്ലോ. കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഒരു ഫണ്ണി മൊമെൻ്റാണിത്. തല കുത്തി കിടന്ന് ലൈക്ക് ഇങ്ങനെയൊക്കെ കിടന്ന് എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് നോക്കി ഇതിൻ്റെ അപ്പുറത്ത് വേറൊരുത്തരം കിടപ്പുണ്ടായിരുന്നു. സോ സംഭവം ആ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. ആൻഡ് ഇവർ ചെയ്യുന്നൊരു സംഭവമുണ്ട്, ചൂടായതുകൊണ്ടായിരിക്കാം ലൈക്ക് മുകളിൽ ഒരു പൈപ്പ് പോലെ അതിനകത്തൊരു കുഞ്ഞു ഡ്രോപ്സൊക്കെ അതിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ സ്പ്രേ പോലെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനെ കണ്ടോ, ഇത് ഭയങ്കര ബേബി ഒറാങ്കുട്ടനാണ്. ഇതിനെ ഞങ്ങൾ നടന്നു പോകുന്നതിനിടയ്ക്ക് ഇതിനെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒറാങ്കുട്ടൻ്റെ കൂടെ കയറി ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആലോചിച്ചായിരുന്നു. പക്ഷേ ഒരാൾക്ക് കയറുന്നതിന് 750 തായ് ബാത്ത്, അറൗണ്ട് ഒരു 2000+ ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് അത്രയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മനസ്സനുവാദിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഒറാങ്കുട്ടനുമായിട്ടൊന്നും ഫോട്ടോ എടുത്തിട്ടുണ്ടായില്ല. അവിടെ ഈ സ്പെഷ്യൽ ടൈമിലുള്ള ഷോസ് ഉണ്ടല്ലോ, ആ ഷോസ് കൂടാണ്ട് അല്ലാണ്ട് നമ്മൾ ഈ ജിറാഫിന് ഫുഡ് മറ്റേ പുല്ല് കൊടുക്കാൻ കയറാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒറാങ്കുട്ടനായിട്ട് ഫോട്ടോ എടുക്കാൻ, പിന്നെ മൂങ്ങയില്ലേ, മൂങ്ങ, അതിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ കയറുന്നതിന് നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കണം. ആ എക്സ്ട്രാ കാശ് എന്നൊക്കെ പറയുന്നത് അവർ ഭയങ്കര നമ്മളുടെ ഇന്ത്യൻ മണി ഒരു 3000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തൊന്നും കയറിയില്ല. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഞങ്ങൾ എലിഫൻറ്റ് ഷോയ്ക്കും ഡോൾഫിൻ ഷോയ്ക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ മെയിൻലി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നല്ല കിടിലം സ്പോട്ടാട്ടോ ഇതിനുള്ളിലുള്ളത്. അവർ കുറേ ഇങ്ങനെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ലഞ്ച് ഇത് ഇവിടെയായിരുന്നു. പക്ഷേ ലഞ്ച് വാസ് വൺ ഫ്ലോപ്പ് ഗൈസ്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോയി. ഇന്ത്യൻ ഫുഡായിരുന്നു, പക്ഷേ ഒരു രസം ഉണ്ടായില്ല. പിന്നെ കുറേ ഗെയിമിംഗ് സെഷൻസ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഇവരത് ഉണ്ടാക്കി വെച്ചേക്കാണ് വെള്ളത്തിനകത്ത്. ഞാൻ ആദ്യമേ വിചാരിച്ച് ആൾക്കാരിങ്ങനെ പോകുമായിരിക്കുന്നു, പക്ഷേ അല്ല, അവരതിനെ ഉണ്ടാക്കി വെച്ചേക്കുക. സംഭവം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഇതാട്ടോ, ഇതിൻ്റെ നടുക്ക് പോയി നിന്നാൽ നമുക്ക് നല്ല തണുപ്പായിരിക്കും. ഇത് ഞാൻ ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ചൂട് സമയത്ത് ചൂടെടുത്ത് നടക്കണ്ടല്ലോ. പിന്നെ ഈ മിസ്റ്റർ ഒറാങ്കുട്ടൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവൻ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പോകുമ്പോഴേ പ്ലാൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കില്ല, കാരണം എനിക്കിതിനെ പേടിയാണ്. പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയതാട്ടോ. പിന്നെ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, ലൈക്ക് അടുത്തിരിക്കുന്ന ആ ട്രെയിനറിൻ്റെ ഫോൺ നോക്കി ഇങ്ങനെ അതിൻ്റെ ആ ട്രെയിനറിൻ്റെ മടിയിൽ ഇങ്ങനെ തല ചായച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു ഒറാങ്കുട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻ ഷോയിലേക്കാണ്. അപ്പം നിങ്ങൾ പോയിട്ട് ഡോൾഫിൻ ഷോ എന്ന് കണ്ടിട്ട് വാട്ടോ. Spicy, Berlin, Gravy, and
ไม่เลย ไม่เสียแรงครับที่ส่งเขาไปทำงานที่อื่นมาว้าว giving the audience Nadia smile you can say hello with them สวัสดีจ้ายินดีต้อนรับ ഡോൾഫിൻ ഷോ വാസ് അടിപൊളി കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. ആൻഡ് ദ ചൂട് വാസ് അൺസൈക്കബിൾ, ഭയങ്കര ചൂടായിരുന്നേ. അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. ആൻഡ് ഇതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സഫാരി പാർക്കിലാട്ടോ. സഫാരി പാർക്കിൽ പാക്കേജിൽ കൊണ്ടുപോയ വണ്ടിയില്ലേ, ആൾ തന്നെ ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എറൗണ്ട് ഒരു 1 hour ട്രിപ്പായിരുന്നു. ഞങ്ങൾ പിന്നെ വേറെ ഷോ ഒന്നും കാണാൻ നിന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം മറ്റേ ലെബുവ റൂഫ് ടോപ്പ് ബാറിലും കൂടെ പോകാനൊരു പ്ലാൻ ഉണ്ടായി. അത് പാക്കേജിൽ ഇൻക്ലൂഡ് അല്ല, ഞങ്ങൾ സ്വന്തമായിട്ട് പോവാം. അപ്പോൾ അതിന് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സഫാരി പാർക്കിൽ മെയിൻലി നമുക്ക് സീബ്രാസിനെയും ജിറാഫിനെയും അതേപോലെ തന്നെ ലയണിനെ കണ്ടില്ല കേട്ടോ, ടൈഗേഴ്സിനെ കണ്ട്, ബംഗാൾ ടൈഗേഴ്സിനെ. എൻ്റെ അമ്മോ, ടൈഗർ പാർക്കിൽ പോയി കണ്ട ടൈഗറിനെയും കാട്ടിയൊക്കെ ഭീകരനായ ടൈഗേഴ്സാണ്. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ടെറർ ഫീൽ വരും. സോ അപ്പം നിങ്ങൾ പോയിട്ട് സഫാരി പാർക്കിൽ ഞങ്ങൾ കണ്ട അനിമൽസിനെ നിങ്ങളും കൂടി കണ്ടിട്ട് വാട്ടോ. അപ്പം ഇനി ലെബുവ റൂഫ് ടോപ്പ് ബാറിലൊക്കെ വെച്ച് കാണാം. ഞങ്ങളുടെ സഫാരി വേൾഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ നേരെ ആൾ കൊണ്ടുപോയത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. നമുക്കിന്ന് ബാങ്കോക്കിൽ സ്റ്റേ പറഞ്ഞേക്കുന്നത് ഈ പ്രിൻസ്റ്റൺ ബാങ്കോക്കിലാണ്. പ്രിൻസ്റ്റൺ ബാങ്കോക്ക് നല്ല അത്യാവശ്യം അടിപൊളി സ്റ്റേ ആട്ടോ. നല്ല ഭയങ്കര എൻട്രൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിൻട്രസ്റ്റി വൈബ്, നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടായിരുന്നു. അത് കൂടാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 7-Eleven ഉണ്ട് ഗൈസ്. എപ്പോൾ വിശന്നാലും നമുക്ക് താഴെ പോയിട്ട് ഫുഡ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പോട്ടായിരുന്നു നമ്മളുടെ സ്റ്റേ എന്ന് പറയുന്നത്. ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് മറ്റേ ഹാങ് ഓവർ ഐക്കോണിക് സ്പോട്ടായ ലെബുവ റൂഫ് ടോപ്പ് ബാറിലേക്കാണ്. അതിൻ്റെ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം പോകാൻ. എന്തൊക്കെയോ ആൾത്തരങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് എൻ്റെ റൂമെന്ന് പറയുന്നത്. ആ റൂം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല നൈസ് റൂമായിരുന്നു. അടിപൊളി റൂമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതായിരുന്നു ഞങ്ങളുടെ റൂം, നല്ല അടിപൊളി റൂമാണ്. ആൻഡ് ഞങ്ങളുടെ 3 പേരുടെ റൂമും അടുത്തടുത്തടുത്ത് തന്നെയായിരുന്നു. ഞങ്ങളുടെ എല്ലാ റൂമും ഏകദേശം ഒരേപോലെ തന്നെ ഇരുന്ന ഒരു കുഞ്ഞ് ബാൽക്കണിയൊക്കെ ഉണ്ട്. പക്ഷേ ബാൽക്കണിയിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല, കാരണം AC-ൻ്റെ
AC വെച്ചേക്കുന്നത് അവിടെ. അപ്പോൾ അതിൻ്റെ ചൂട് കാറ്റ് കാരണം നമുക്ക് ബാൽക്കണിയിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തത് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ലെബോ റൂഫ് ടോപ്പ് ബാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോട്ടലിൻ്റെ തൊട്ട് താഴെ തന്നെ 7-Eleven ഒക്കെ ഉണ്ട്. ഈ ബാങ്കോക്കിൽ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സിറ്റി വൈബാണ്. പട്ടായൻ്റെ ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റായിട്ടാണ് എനിക്ക് ബാങ്കോക്കിൽ ഫീൽ ചെയ്തത്. ആൻഡ് ഈ വ്യൂ കണ്ടോ, ഇതാണ് ലെബോ റൂഫ് ടോപ്പ് ബാറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ. എൻ്റെ അമ്മ അടിപൊളിയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 2.5 to 3 hours ഞങ്ങൾ അവിടെ ഇരുന്നു. പക്ഷേ സംഭവം എന്താ വെച്ചാൽ നമുക്കിവിടെ കയറണമെങ്കിൽ നമ്മളെ ആ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യമേ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. പെർ ഹെഡ് ഒരു ഡ്രിങ്ക്സിന് 800 തായ് ബാത്താണ്. അതാണ് അവിടുത്തെ മിനിമം റേറ്റ് ഉള്ള ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവരിവിടേക്ക് കൊണ്ടുവന്നു. ഈ മെയിൻ ലൈക്ക് ഹാങ് ഓവർ ഫിലിമിൽ ആ ഒരു സ്പോട്ടില്ലേ അവിടെയൊക്കെ കൊണ്ടുവന്ന് കുറേയധികം ഫോട്ടോസ്, അവരുടെ ഐക്കോണിക് പോസ്റ്റുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ആൻഡ് ആ മുകളിൽ എത്രാമത്തെ ഫ്ലോറായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല, 64th ഫ്ലോർ എന്തോ ആണ് ഈ റൂഫ് ടോപ്പ് ബാർ ഉള്ളത്. എൻ്റെ അമ്മ അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഈവനിങ് സൺസെറ്റിൻ്റെ ടൈമിലാണ് പോയത്. അപ്പോൾ ആ ഒരു സൺസെറ്റ് ടു ആ ഒരു നൈറ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ആൻഡ് തൊട്ടടുത്ത് തന്നെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. റോഡ്, അതേപോലെ തന്നെ കുറേ ഇതൊക്കെ പോകുന്ന ഷിപ്പൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു 7 to 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾ പിന്നെ പ്ലാറ്റിനം മോളിൽ പോകാനൊരു പ്ലാൻ ഉണ്ടായി. അങ്ങനെ അവിടെ ഞങ്ങൾ ബസ് കയറി. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാട്ടോ. ഞങ്ങൾ ബസ്സിനകത്ത് കയറി അറിയാത്ത നാട്ടിൽ അറിയാത്ത ഭാഷ ഇവിടെ ആർക്കും ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് ആക്ഷൻ സിനിമ കളിച്ച് പ്ലാറ്റിനം മോളിൽ പോകാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു ചേച്ചിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ചേച്ചി പ്ലാറ്റിനം മോളിലാണെന്ന് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ കൂടെ ഇറങ്ങി പ്ലാറ്റിനം മോളിൽ പോകുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെ ബസ്സിലും കയറി ഗൈസ്. അതെ, സോ എനിക്ക് ഈ ബാങ്കോക്ക് ശരിക്കും പറഞ്ഞൊരു സിറ്റി വൈബായിരുന്നേ. ആസ് കമ്പയർഡ് ടു പട്ടായ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു തായ്ലൻഡിലാണെന്നൊരു ഫീൽ ഉണ്ടായി. ബാങ്കോക്കിൽ വന്നപ്പോഴത്തേക്ക് ബസ്സും അങ്ങനത്തെ കുറേ ഒരു സിറ്റി കൈൻഡ് ഓഫ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തായ്ലൻഡ് വൈബൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. സോ ഞങ്ങൾ പ്ലാറ്റിനം മോളിൽ കുറച്ച് നേരം നിന്നിട്ടുണ്ടായാലും ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ടുക്ക് എടുത്ത് ഞങ്ങൾ സ്റ്റേയിലേക്ക് പോകുമായിരുന്നു. പട്ടായയിലെ ടുക്കും ബാങ്കോക്കിലെ ടുക്കും ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇവർ തറയിലിരുന്നായിരുന്നു വന്നത്, ഞങ്ങൾ സീറ്റിലും. സോ അപ്പം Day 3 വ്ളോഗ് എത്രയേ ഉള്ളൂ. Day 4 വ്ളോഗായിട്ട് കാണുന്നത് വരെ ബൈ.